Good evening. Evening, miss. Good evening. Evening, miss. Good evening. How are you? We are fine, thanks. Okay. Miss. Okay അല്ലേ എല്ലാരും? Yes. Yes. Present type ചെയ്തോളൂ. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വാങ്ങിയോ ഹിന്ദിയുടെ? Yes, miss. Yes. ഹന്ന വാങ്ങി. ബാക്കിയുള്ളവരോ? ഞാനും മേടിച്ച്. മിസ് ഞാൻ വാങ്ങിച്ചില്ല. ആരാ വാങ്ങാതെ? ഷിസയാണോ? എന്ത് പറ്റി? ഹിന്ദി വേണ്ടേ? വേണം. ഞാനും വാങ്ങിയില്ല. ആഹാ. ലാവൽ അരി ലാവൽ. ലാവലിന് അവിടെ കാണുന്നുണ്ട്. ആരാന്ന് മനസ്സിലാവുന്നില്ല. എല്ലാരും വീഡിയോ ഓൺ ചെയ്തേ. വീഡിയോ ഓൺ ചെയ്ത് എല്ലാരും. എല്ലാവരുടെ മുഖം ഒന്ന് കാണട്ടെ. ലാവല് വീഡിയോ ഓണാക്കിയില്ല. രാവിലെ ആരോ വന്നല്ലേ? ആരോ കയറി നമ്മളെ ക്ലാസ്സില് അല്ലേ? ടെക്സ്റ്റ് ബുക്ക് കുറച്ചുകൂടി ഇവിടെ ഉണ്ട്. വാങ്ങാത്തവര് ഒന്ന് വിളിച്ചു ചോദിച്ചിട്ട് വന്ന് വരണേ. ഹിന്ദി ടെക്സ്റ്റ് ബുക്ക് വാങ്ങണം മക്കള് കേട്ടോ. നാളെ ബുക്കും കൊണ്ട് വരുന്നുണ്ട്. അപ്പൊ ഓർമ്മിച്ച് വാങ്ങോ? അപ്പൊ ടെക്സ്റ്റ് ബുക്ക് ഉള്ളവർ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വെക്കുക. ഇല്ലാത്തവര് മിസ് ഇന്ന് ക്ലാസ് കഴിഞ്ഞിട്ട് ആ പേജ് ഒന്ന് അയച്ചു തരാം തൽക്കാലത്തേക്ക്. നമുക്ക് ഒരു ലെസൺ എങ്കിലും പഠിച്ചിട്ട് നമുക്ക് എക്സാം എഴുതണ്ടേ? ബാക്കി നമ്മൾ ഇതുവരെ പഠിപ്പിച്ച ഗ്രാമർ ഭാഗവും വെച്ചിട്ട് നമുക്ക് എക്സാം നടത്താം. ഫസ്റ്റ് ചാപ്റ്റർ ഹിന്ദിയുടെ ഫസ്റ്റ് ചാപ്റ്റർ ഭാരതവർഷ ഹേ സബ്സെ പ്യാര. ഭാരതവർഷ ഹേ സബ്സെ പ്യാര. ഇന്ത്യ ഈസ് ദ ഡിയറസ്റ്റ്. അതാണ് ലെസൺ. ഇന്ത്യ ഈസ് ദ ഡിയറസ്റ്റ്. മിസ് പറഞ്ഞുതരാം. ഇതിലെ വർക്കുകള് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഇന്നോ നാളെയായിട്ട് മിസ് അയച്ചു തരും. മക്കള് കൃത്യമായിട്ട്, ഒന്നത് ലേറ്റ് ആയിട്ടാണ് ക്ലാസ് ടെക്സ്റ്റ് ബുക്ക് കിട്ടിയതുകൊണ്ട് മക്കള് മിസ് തരുന്ന വർക്ക് പെട്ടെന്ന് തന്നെ നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കണം കേട്ടോ. ഈ പോയം കൂടി മിസ് ഫോട്ടോ എടുത്ത് അയച്ചു തരും. അതുകൂടി നിങ്ങൾ എന്ത് ചെയ്യണം? ടെക്സ്റ്റ് കിട്ടാത്തവർ അത് നോക്കി ഒന്ന് വായിച്ച് റെഡി ആവണം. ഓക്കെ. ഭാരതവർഷ ഹേ സബ്സെ പ്യാര. അതിനു മുന്നേ പറഞ്ഞുതരാം. കവിതാ മേ ഭാരത് കി മഹിമ ബതാത്തെ ഹുയെ ഈ സബ് ദേശോ കാ ന്യാര കഹാ ഗയാ ഹെ. കവിതയിലെ ഭാരതത്തിന്റെ അതായത് മഹിമ പറഞ്ഞുകൊണ്ട്, ഗുണങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മുടെ രാജ്യം ഭംഗിയുള്ളതാണെന്ന് ഈ കവിതയിലൂടെ പറയുന്നുണ്ട്. ഭാരത് കി മഹിമ കാ ഗുണഗാൻ കർണ തഥാ ദേശപ്രേം കാ ഭാവ് ജഗാന. എന്തിനാണ് നിങ്ങൾക്ക് ഈ കവിത തന്നിരിക്കുന്ന അറിയോ? ഈ കവിതയിലൂടെ നിങ്ങൾക്ക് രാജ്യത്തിനോട് സ്നേഹം വർദ്ധിക്കണം. രാജ്യത്തിനോടുള്ള സ്നേഹം കൂടും നിങ്ങൾക്ക്. ഈ കവിത കേട്ട ഉടനെ നിങ്ങൾ എല്ലാവരും രാജ്യത്തെ സ്നേഹിച്ചിരിക്കും. ഓക്കെ. എല്ലാവരും പ്രസന്റ് ടൈപ്പ് ചെയ്തിട്ടുണ്ടല്ലോ? ഓക്കെ. ഫസ്റ്റ് ലൈൻ ഭാരതവർഷ ഹേ സബ്സെ പ്യാര. ഭാരതവർഷ മീൻസ് നമ്മുടെ ഭാരതം, ഇന്ത്യ. ഭാരതവർഷ ഹേ സബ്സെ പ്യാര. എല്ലാവർക്കും ഇഷ്ടമാണ് നമ്മുടെ ഭാരതത്തെ, നമ്മുടെ ഇന്ത്യയെ എല്ലാവരും സ്നേഹിക്കുന്നുണ്ട്. സബ് ദേശം സേ ബഡ്കർ ന്യാര. എല്ലാ രാജ്യങ്ങളിലും വെച്ചിട്ട് വിചിത്രമായതാണ് നമ്മുടെ ഇന്ത്യ. കേട്ടല്ലോ? എല്ലാ രാജ്യത്തിനേക്കാളും ഒരുപാട് കാര്യങ്ങള് ബഹുമതി നമ്മുടെ ഇന്ത്യയെ കുറിച്ച് പറയുമ്പോ ഉണ്ട് ഇല്ലേ? അറിയാം നിങ്ങൾക്ക്? അതുപോലെ സുന്ദർ മുകുട് ഹിമാലയസ് കാ സാഗർ ചരൺ പഘാരെ. സുന്ദർ മുകുട്. മുകുട് മീൻസ് കിരീടം.
നമ്മുടെ ഇന്ത്യക്ക് വടക്കു ഭാഗത്തായിട്ട് ഹിമാലയ പർവ്വതം സ്ഥിതി ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ ഇന്ത്യക്ക് കിരീടം അണിഞ്ഞിരിക്കുന്നത് പോലെയാണ് ഉള്ളത്. കിരീടം അണിഞ്ഞതുപോലെ തോന്നുന്ന രീതിയിലുള്ള ഇതാണ് ഏത്? ഹിമാലയ പർവ്വതം. നമ്മുടെ ഇന്ത്യയുടെ കിരീടം ഏതാണ്? ഹിമാലയ പർവ്വതം. മറന്നു പോവോ? ഏതാ നമ്മുടെ ഇന്ത്യക്ക് കിരീടം അണിഞ്ഞിരിക്കുന്നത്? ആരാണ്? ഹിമാലയ പർവ്വതം. ഹിമാലയ പർവ്വതം. ഇത് ആരാണ്? ഷഹാന ഷെറിൻ കൂടാതെ റിഹാൻ ഉണ്ട്. ഈ ലാവലിന് കാണിക്കുന്നത് ആരുടെ പേരാണ്? ഒന്ന് വീഡിയോ ഓൺ ചെയ്തേ. ആരാത്? ഇങ്ങനെ ഒരു പേരിലെ ആളെ നമുക്കറിയില്ലല്ലോ. നിങ്ങൾക്കറിയോ? ഇല്ല. നോ. വീഡിയോ ഓൺ ചെയ്യട്ടെ. നെക്സ്റ്റ്, സുന്ദർ മുകുട് ഹിമാലയ ഇസ്ക സാഗർ ചരൺ പകാരെ. പിന്നെ നമ്മുടെ ഇന്ത്യയിലെ ഒരുപാട് നദികൾ കാൽ നീട്ടിയിരിക്കുന്നുണ്ട്. കാൽ നീട്ടിയിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒഴുകുന്നുണ്ട്. നമ്മുടെ രാജ്യത്തിന്റെ വേറൊരു പ്രത്യേകതയാണ് ഹിമാലയ പർവ്വതം കിരീടമായിട്ടുണ്ടെങ്കിലും അടുത്ത നമ്മുടെ രാജ്യത്തിന്റെ പ്രത്യേകത എന്താണ്? കുറെ നദികൾ ഒഴുകുന്നുണ്ട്. പിന്നെ എന്താണ്? ഗംഗ യമുന പാവൻ നദിയാം ബഹ്തേ ജിൻകെ ജൽകെ ധാരേ. നമുക്കറിയാം, ഗംഗാ നദിയെ അറിയാം, യമുന നദി അറിയാം അല്ലെ? ഗംഗ, യമുന അല്ലെ, ബ്രഹ്മപുത്ര, ഇതൊക്കെ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട നദികളാണ്. അപ്പോ ഗ്രേസ് വീഡിയോ ഓൺ ചെയ്തേ. ബാക്കിയുള്ളൊരു വീഡിയോ ഓൺ ചെയ്തിരുന്നേ. ബഹ്തേ ജിൻകെ ജൽകെ ധാരേ, അതായത് ജലവുമായിട്ട് ജലധാരയും കൊണ്ട് ഒഴുകുന്നത് ഈ നദികളൊക്കെ നമ്മുടെ ഭാരതത്തിൽ, ഇന്ത്യയിലുണ്ട്. ഭാന്തി 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 കെ അന്യ ഫൂൽ ഫൽ ഔഷധിയാം ഔർ രത്ന ജവാഹർ. പിന്നെന്തുണ്ട്? നമുക്ക് ഇഷ്ടം പോലെ ധാന്യങ്ങൾ കഴിക്കാൻ പറ്റുന്നുണ്ട്, പൂക്കള് കിട്ടുന്നുണ്ട്, പഴങ്ങള് ഫ്രൂട്ട്സ് ലഭിക്കുന്നുണ്ട്, ഔഷധികള്, മരുന്നുകള്, ഇതൊക്കെ നമുക്ക്, രത്നങ്ങള്, ആഭരണങ്ങള് എന്തും നമ്മുടെ രാജ്യത്തുണ്ട്. ശ്രമ കർത്തേ ദിൻ രാത് ഗേതിഹർ ഹർഷിത് ഹോത്തെ ദാനുഘാകർ. പിന്നെന്താണ്? ഗുഡ് ഈവനിങ് മിസ്. ഗുഡ് ഈവനിങ് മുഹമ്മദ് ഒക്കെ. ഓക്കെ, അതായത് പേജ് നമ്പർ ഫസ്റ്റ് ലെസൺ പഠിപ്പിക്കുകയാണ് മിസ്. ലേറ്റ് ആയിട്ട് കയറുന്നവരോട് ഇനി പറയാൻ സമയമില്ല. നിങ്ങളെ വീണ്ടും യൂട്യൂബിൽ ക്ലാസ് കാണണം. അതുപോലെ ഫസ്റ്റ് ലെസണിന്റെ ബാക്കിയുള്ള വർക്കുകൾ ഇന്നോ അല്ലെങ്കിൽ നാളെയായിട്ട് മിസ് വർക്കുകൾ എഴുതി അയച്ചുതരും. മക്കൾ അത് എഴുതിയെടുത്ത് പഠിക്കണം. ഈ ഒരു ലെസൺ എക്സാമിന് ടെക്സ്റ്റ് ബുക്ക് ഇവിടെ ഉണ്ട്. കിട്ടാത്തവര് ഫോൺ വിളിച്ച് ചോദിക്കുക, വന്ന് വാങ്ങുക. കുറച്ച് ടെക്സ്റ്റ് ഇവിടെ ഉണ്ട്. അപ്പൊ അതില് ഫസ്റ്റ് ലെസൺ ഞാൻ ഇപ്പോ കിട്ടാത്തവരായതുകൊണ്ട് നിങ്ങൾക്ക് ഇതിന്റെ ഫോട്ടോ എടുത്ത് ഞാൻ ഗ്രൂപ്പിൽ അയച്ചു തരും. നിങ്ങൾ അതിൽ നിന്ന് പഠിക്കണം. ഇതിലെ വർക്കുകളും മിസ് അയച്ചു തരും. ഈ ഒന്നാമത്തെ ലെസണും ബാക്കി നിങ്ങൾക്ക് ഇതുവരെ പഠിപ്പിച്ചിരുന്ന ഗ്രാമർ ഭാഗങ്ങളും വെച്ചിട്ട് നമുക്ക് എക്സാം നടത്താം കേട്ടോ. 25 മാർക്കിന്റെ അല്ലേ, 1 വേർഡ് ക്വസ്റ്റ്യൻ അല്ലേ, ഗൂഗിൾ ഫോമിലല്ലേ. അപ്പൊ പിന്നെ ഓക്കെ. ശ്രമ കർത്തേ ദിൻ രാത് ഗേതിഹർ ഹർഷിത് ഹോത്തെ ദാനുഘാകർ. പിന്നെ ആരുണ്ട്? രാവും പകലും, രാവിലെ മുതൽ വൈകുന്നേരം രാത്രി വരെ ജോലി ചെയ്യുന്ന കൃഷിക്കാരുണ്ട് നമുക്ക്. ആ കൃഷിക്കാര് ജോലി ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ധാന്യങ്ങൾ ഇഷ്ടം പോലെ കിട്ടാനുണ്ട്. ഭാരത് മാതാ ഹം തേരെ സുധ്. അല്ലയോ ഭാരതാംബേ, അല്ലയോ ഭാരത അമ്മയോട് പറയാണ്, ഞാൻ നിങ്ങളുടെ പുത്രനാണ്. സദാ തേര ഗുണഗാൻ കരേം. ഞാൻ എല്ലായ്പ്പോഴും നിങ്ങളുടെ നല്ല കാര്യങ്ങള് പാടിക്കോളാം. പാലൻ കർത്തി ഹോ ഹം സബ്ക സദാ തുമാരാ മാൻ കരേം. ഞങ്ങളെ വളർത്തി വലുതാക്കുന്ന അല്ലയോ ഭാരതാംബേ, ഞങ്ങൾ അങ്ങയെ എന്ത് ചെയ്യുന്നു? മാനിക്കുന്നു, ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. മനസ്സിലായോ പറഞ്ഞത്? നമ്മുടെ രാജ്യം ഭാരതവർഷത്തിനെ കുറിച്ച്, ഇന്ത്യയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. മിസ് ഒന്നുകൂടി പറഞ്ഞുതരാം.
भारतवर्ष है सबसे प्यारा सब देशों से बढ़कर न्यारा സുന്ദർ മുകുട് ഹിമാലയസ് കാ സാഗർ ചരൺ പഖാരെ. നമ്മുടെ ഇന്ത്യ എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ്, സ്നേഹമുള്ളതാണ്. എല്ലാ രാജ്യങ്ങളെക്കാളും പ്രത്യേകതയുണ്ട്. എന്താ പ്രത്യേകത? നമ്മുടെ രാജ്യത്തിന്റെ വടക്കു ഭാഗത്ത് ഹിമാലയ പർവ്വതം കിരീടം പോലെ അണിഞ്ഞിട്ടുണ്ട്. കൂടാതെ ഒരുപാട് നദികൾ, സമുദ്രങ്ങളും നമ്മുടെ നദിയിലൂടെ ഒഴുകുന്നുണ്ട്. ഗംഗ യമുന അതിൽ പവിത്ര നദികളാണ് ഈ ഗംഗയും യമുനയും ഒക്കെ. അതിലെ ജലധാരകള്, അതായത് ശുദ്ധമായ ജലങ്ങള്, പവിത്ര ജലമാണ് അതിലൂടെ ഒഴുകുന്നത് അല്ലെ. ബാന്തി ബാന്തിക്ക് അന്യ ഫൂൽ ഫൽ ഔഷധിയോ രത്ന ജവഹർ. അതുപോലെ നമുക്ക് ഇഷ്ടം പോലെ ധാന്യങ്ങള്, ഭക്ഷണങ്ങള്, അതുപോലെ പൂക്കൾ, പഴങ്ങള്, ഫ്രൂട്ട്സ്, ഔഷധികള്, മരുന്നുകള്, പിന്നെ അതുപോലെ രത്നം, ആഭരണങ്ങള് മുതലായവ എല്ലാ സാധനങ്ങളും നമുക്ക് എന്തുണ്ട്? നമ്മുടെ ഇന്ത്യയിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എല്ലാ രാജ്യത്തെക്കാളും നമ്മുടെ രാജ്യം വ്യത്യസ്തതയുണ്ട്, വിചിത്രമാണെന്ന് പറയാനുള്ള കാരണം. പിന്നെ വേറെന്താ പ്രത്യേകത നമ്മുടെ രാജ്യത്ത്? ശ്രമ കർത്തേ ദിൻ രാത് ഖേത്കർ. അവർ നമ്മുടെ രാജ്യത്ത് പിന്നെ ആരുണ്ട്? കൃഷിക്കാരുണ്ട്. അവര് നന്നായി അധ്വാനിക്കുന്നുണ്ട്. രാവിലെ മുതൽ രാത്രി വരെ വയലുകളിലെ കൃഷി ചെയ്ത് അധ്വാനിച്ചിട്ട് എന്ത് ചെയ്യുന്നു? നമുക്ക് ഹർഷിത് ഹോത്തേ ദാനുഗാക്കർ. ധാന്യങ്ങള് നമുക്ക് നിർമ്മിച്ചു തരുന്ന, നമുക്ക് ധാന്യങ്ങൾ ഉണ്ടാക്കി തരുന്ന ആരാണ്? കൃഷിക്കാരാണ്. അവരുടെ പ്രയത്നമാണ്. ഭാരത് മാതാഹം തേരെ സൂത്. അല്ലയോ ഭാരതാമ്മേ, ഞങ്ങൾ നിങ്ങളുടെ പുത്രന്മാരാണ്. സുത, സുത മീൻസ് സുതൻ, പുത്രൻ. സദാ തേര ഗുണഗാൻ കരീം. ഞങ്ങൾ എല്ലായ്പ്പോഴും നിങ്ങളുടെ നല്ല കാര്യങ്ങൾ മാത്രം പാടിക്കൊണ്ടിരിക്കും. പിന്നെയോ പാലൻ കർത്തി ഹോ ഹം സബ് കാ സദാ തുമാര മാൻ കരീം. നിങ്ങളെ ആണ് ഞങ്ങളെ വളർത്തി വലുതാക്കുന്നത്. അതുകൊണ്ട് എല്ലായ്പ്പോഴും നിങ്ങളെ ഞങ്ങൾ ബഹുമാനിക്കുന്നു. ക്ലിയർ ആയോ? ഒന്നാമത്തെ പാഠം ഒരു പോയമാണ്. ഭാരതവർഷ ഹേ സബ്സെ പ്യാര, ഇന്ത്യ ഈസ് ദ ഡിയറസ്റ്റ്. യെസ്, ഒന്നുമില്ല. ഒന്ന് ഇടക്ക് വിളിക്കണം. ആരോമൽ നോക്കി മോനെ, ഏതാണോ അതന്നെ നോക്കിയേ. അതിൽ ടെക്സ്റ്റ് ബുക്കിൽ വർക്കൊന്നുമില്ല, നോട്ട് ബുക്കില്. എന്നിട്ട് മുഹമ്മദ് എന്താ പറയുന്ന ഉറക്കെ പറഞ്ഞേ. ഇടക്കിടക്ക് ലാസ്റ്റ് ലാവലിന്ന് പറഞ്ഞാലോ ഉണ്ടല്ലോ. അതുണ്ട്, അത് ആരാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഓർത്തുന്നല്ലോ, നമ്മ പറയുന്ന അവർക്ക് കേൾക്കൂല. ഓർത്തു? പാർട്ടിസിപ്പൻസ് എടുത്തിട്ട് അത് അടിയിൽ ഇതൊന്നും എഴുതിയിട്ടില്ല. സാറിനോട് പറ. ഇതാരാന്ന് ഇല്ല. അപ്പൊ ആ കവിത ഒന്ന് മിസ് അയച്ചു തരും. നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് ബാക്കി ക്വസ്റ്റ്യൻ ആൻസർ ഇട്ടു. അതെയാ? ആ, എന്നാ അത് പിന്നടിച്ചോട്ടാ. ടെക്സ്റ്റും കൂടി കംപ്ലീറ്റ് ആക്കണേ. ഓക്കെ, മറന്നുപോലെ ടെക്സ്റ്റ് കംപ്ലീറ്റ് ആക്കണം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? മിസ് ഗ്രൂപ്പിൽ അയച്ചു തരും കേട്ടോ. വേർഡ് മീനിങ് എല്ലാം അയച്ചു തരുന്നുണ്ട്. വേർഡ് മീനിങ് ആ പോയം അടക്കം അയച്ചു തരും. മക്കള് വേർഡ് മീനിങ് എല്ലാം എടുത്ത് എഴുതി വെക്കണം. ക്വസ്റ്റ്യൻ ആൻസർ എല്ലാം എഴുതി വെച്ചിട്ട് പഠിച്ചോ. ഫസ്റ്റ് വീക്കിലെ എക്സാം അല്ലേ? ആഗസ്റ്റ് ഫസ്റ്റ് വീക്കിലെ എക്സാം ആണ്. ഹിന്ദിയുടെ ഈ ഒന്നാമത്തെ ലെസൺ മതി നമുക്ക്. ഇതും ഇതുവരെ പഠിപ്പിച്ച ഗ്രാമർ ഭാഗവും. മിസ് കുറെ സപ്ഞ, സർവനാമം ഇതൊക്കെയോ പഠിപ്പിച്ചില്ലേ ഇതുവരെ ആയിട്ട്? അത് വെച്ചിട്ട് എഴുതാം. ഇനി ഡൗട്ട് ഉള്ളവരെ മിസ്സിനൊന്ന് വിളിച്ചാൽ മതി. പിന്നെ എന്തൊക്കെയോ പറയലടാ. നമ്മള് ടെക്സ്റ്റ് ബുക്കിൽ എഴുതാൻ പറ്റുന്ന ടെക്സ്റ്റ് ബുക്കിൽ മാത്രം എഴുതിയാൽ പോരെ? ആ, ടെക്സ്റ്റ് ബുക്കിൽ എഴുതേണ്ട ടെക്സ്റ്റ് ബുക്കില്. ആ ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തവര് ഇപ്പൊ എന്ത് ചെയ്യും? കുറച്ച് ടെക്സ്റ്റ് ബുക്ക് ഇവിടെ ഉണ്ട്, എത്രയും പെട്ടെന്ന് വാങ്ങുക.
ശബ്ദാർത്ഥം വേർഡ് മീനിങ് മിസ് പറഞ്ഞുതരാം. ന്യാര, ന്യാര മീൻസ് ഡിഫറൻറ്റ്. ഇംഗ്ലീഷ് മീനിങ് ആണ്. മീനിങ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങള് ഇംഗ്ലീഷ് മീനിങ് ആണ് എഴുതേണ്ടത്. ഇംഗ്ലീഷ്. ഏബൽ എന്താ ലേറ്റ് ആയത്? മിസ് ഹിന്ദി നോട്ട് ഒന്നാമത്തെ ലെസൺ അയച്ചുതരോ? അയച്ചു തരാന്നല്ലേ ഇത്ര സമയം ഞാൻ പറഞ്ഞത്. ഏബലേ എന്താ ലേറ്റ് ആയത്? അതിന് മുന്നേ കൊറേ ഗ്രാമർ ഇല്ല, അതും അയച്ചുതരോ? ഇനി അത് ഗ്രാമറിലെ മുമ്പേ അയച്ചെന്നില്ലടാ. ഇപ്പൊ ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കേ. ന്യാര, ഗ്രേസ് വീഡിയോ ഓൺ ചെയ്തേ. മിസ് എനിക്ക് ഇതുവരെ ടെസ്റ്റ് കിട്ടിയിട്ടില്ല. ആ ടെക്സ്റ്റ് ഞാൻ ഒരു കാര്യം ചെയ്താ ഏതെങ്കിലും ബസ്സിന് കൊടുത്തു വിടാ കേട്ടോ. ടെക്സ്റ്റ് ഇവിടുന്ന് എടുക്കാൻ പറഞ്ഞൂടെ? അമ്മ വരുമ്പോ എടുക്കാൻ പറഞ്ഞൂടെ? ഓന് അങ്ങനത്തെ സാഹചര്യം ഉണ്ട് ടീച്ചർ. നമുക്ക് പിന്നെ ഒന്നും ഇല്ലായിട്ട് വിചാരിക്കാം. ആ ന്യാര ഡിഫറൻറ്റ്, മുകുട് ക്രോൺ, ചരൺ ഫീറ്റ്, പഘാരെ വാഷ്, പാവൻ ഹോളി, ജലക്കെ ധാരെ വാട്ടർ വേവ്സ്, അന്ന് ഗ്രെയിൻസ്, ഔഷധിയാം ഹെർബ്സ്, രത്ന ജവഹർ പേർഷ്യസ് സ്റ്റോൺസ്, ഗേറ്റിഹർ ഫാർമർ, ഹർഷിത് ഹാപ്പി, സുധ സൺ ഗുണഗാൻ പ്രൈസ്. ഗ്രേസ് വീഡിയോ ഓൺ ചെയ്തേ. മാൻ റെസ്പെക്ട്. അത് നിങ്ങൾ ഇടക്കിടക്ക് വീഡിയോ ഓഫ് ചെയ്യേണ്ട ആവശ്യം. വേർഡ് മീനിങ് ഞാനിപ്പോ അയച്ചാലും നിങ്ങൾ നോട്ടിലേക്ക് എഴുതണം. ഫസ്റ്റ് ലെസണിന്റെ പേര് എഴുതുക, വേർഡ് മീനിങ് എടുത്ത് എഴുതുക. വേർഡ് മീനിങ് ഇംഗ്ലീഷ് മീനിങ് ആണ് പഠിക്കേണ്ടത്. സമാനാർത്ഥി ശബ്ദം പഠിക്കണം. സമാനാർത്ഥി ശബ്ദം സാഗർ, സമുദ്ര, ജലധി, ഫൂൽ, സുമൻ, കുസുമ, ചരൺ, പാവ്, പഗ്, സുധ, പുത്ര, ബേട്ട, ഗംഗ, ദേവനദി, സുരസരി, മാൻ, സമ്മാൻ, ആദർ. മിസ് വേർഡ് മീനിങ് ഹിന്ദിയിലും വേർഡ് മീനിങ് ഇല്ല ടെക്സ്റ്റ്. മിസ് വേർഡ് മീനിങ് ഹിന്ദിയിലും ഇല്ലേ? അത് വേണ്ട, ഹിന്ദിയിൽ എഴുതേ വേണ്ട. അത് ഹിന്ദിയിൽ നിങ്ങൾക്ക് തന്നിരിക്കും. നിങ്ങൾ എക്സ്ട്രാ എപ്പോഴും സമയം കിട്ടുമ്പോൾ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. അപ്പൊ വേർഡ് മീനിങ് ഹിന്ദി എഴുതുക. മിസ് അയക്കുമ്പോൾ ഹിന്ദിയും കൂടി മീനിങ് ഉണ്ടാവും. നിങ്ങൾ നോട്ടിലേക്ക് എഴുതുമ്പോൾ ഇംഗ്ലീഷ് മീനിങ് മാത്രം എഴുതുക. മിസ് ഒരു കാര്യം ചെയ്യാം. മിസ് നാളെ ഒരു വോയിസ് ക്ലിപ്പ് കൂടി ഇതിന്റെ ബാക്കി മിസ് ഒരു വോയിസ് റെക്കോർഡ് ചെയ്തിട്ട് ഒന്നുകൂടി അയച്ചുതരാം ഈ പാഠത്തിന്റെ. അതനുസരിച്ച് നിങ്ങൾ എഴുതണം കേട്ടോ. ഒരു വോയിസ് റെക്കോർഡ് കൂടി മിസ് അയച്ചുതരാം നാളേന്ന്. അടുത്ത ആഴ്ച എക്സാം അല്ലേ? അപ്പൊ ഇതിൽ വരുന്ന ബാക്കി വർക്കുകള് മിസ് വോയിസ് റെക്കോർഡായിട്ട് ഒന്ന് അയച്ചുതരാം. അപ്പൊ അതൊന്ന് നോക്കി അതുപോലെ മിസ് എഴുതിയിട്ട് മിസ് അതിന്റെ താഴെ ഗ്രൂപ്പിൽ സെൻഡ് ചെയ്യും. അതനുസരിച്ച് നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതുക കേട്ടോ. തൽക്കാലം എക്സാമിന് വേണ്ടിയിട്ടാണ്. ഓക്കെ. നെക്സ്റ്റ് ഡിറ്റേഷൻ വേർഡ്. മുകുട്, ചരൺ, ഭാന്തി ബാന്തി, ഔഷധിയാം, രത്ന, ഗേതിഹർ, ശ്രമ, ഹർഷിത്. ടെക്സ്റ്റ് ഇല്ലാത്തോണ്ട് ബുദ്ധിമുട്ടാണ്. ഇനി അടുത്ത ഓറൽ ക്വസ്റ്റ്യൻ. അത് നമ്മുടെ ഓറൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, മൗഖിക പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ പാഠം എടുത്തതിന് ശേഷം നമ്മൾ ക്ലാസ്സിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യുന്നതാണ്. ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കും, നിങ്ങൾ അതിന്റെ ആൻസർ പാഠം പഠിച്ചതിന് ശേഷം പറഞ്ഞു തരുന്നത് ഓറൽ ക്വസ്റ്റ്യൻസ്. ഭാരത് കാ മുകുട് കിസേ കഹാ ഗയാ ഹെ. നിങ്ങൾ ഒരു കാര്യം ചെയ്തു, അതിന്റെ ആൻസർ മിസ് അയച്ചുതരാം. നിങ്ങൾ അതുകൂടി എക്സാമിന് പഠിച്ചോ. ഭാരത് കാ മുകുട് കിസേ കഹാ ഗയാ ഹെ. ഏതിനെയാണ് നമ്മുടെ ഇന്ത്യയുടെ കിരീടമായിട്ട് പറയുന്നത്? ഹിമാലയ. ഹിമാലയ. അതിന്റെ ആൻസർ ഹിമാലയ. കവിത में देश की किन दो नदियों का उल्लेख हुआ है? കവിതയില് ഏതൊക്കെ രണ്ട് നദികളുടെ പേരാണ് നമ്മുടെ കവിതയിൽ കൊടുത്തിരിക്കുന്നത്? ഗംഗ, യമുന. ഇതൊക്കെ പഠിക്കണേ, എക്സാമിന് വരും. കവിത में किसका गुणगान किया है? ഏതിന്റെ ഗുണങ്ങളെ കുറിച്ചാണ് കവിതയിൽ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ രാജ്യത്തെ കുറിച്ചല്ലേ ഗുണഗാനം? നമ്മുടെ അല്ലേ?
ആരുടെ ഗുണഗാനമാണ് ചെല്ലുന്നത് പറഞ്ഞാൽ നമ്മുടെ രാജ്യം ഹമാര ദേശം അല്ലെങ്കിൽ ഭാരതവർഷത്ത. ഭാരത് കോ സബ് ദേശം സെ ന്യാരാ ക്യോं കഹാ ഗയാ ഹെ? നമ്മുടെ ഇന്ത്യയെ എല്ലാ രാജ്യങ്ങളിലും വ്യത്യാസം ഉണ്ട് എന്ന് പറയാനുള്ള കാരണം എന്താന്ന ചോദ്യം. അതിന്റെ ആൻസർ ഒക്കെ മിസ് അയച്ചുതരാം. എന്താ വ്യത്യാസം? ഒന്ന്, നമ്മുടെ രാജ്യത്തിന് വടക്കു ഭാഗത്ത് ഹിമാലയ പർവ്വതം കിരീടം പോലെ അണിഞ്ഞിട്ടുണ്ട്. പിന്നെ കുറെ നദികൾ നമ്മുടെ രാജ്യത്തിലൂടെ ഒഴുകുന്നുണ്ട്, പവിത്ര നദികൾ ഒഴുകുന്നുണ്ട്. ഇതാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രത്യേകത. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഭാരത് കി ധർത്തി ഹമേ ക്യാ ക്യാ ദേത്തി ഹെ? ഭൂമി മാതാവ് നമുക്ക് എന്തൊക്കെ തരുന്നുണ്ട്? അന്നം അല്ലെ, ധാന്യങ്ങൾ തരുന്നുണ്ട്. ഫൽ ഫൂൽ, പഴങ്ങള്, പൂക്കള്, ഔഷധികള്, മരുന്നുകള്, പിന്നെയോ അതെല്ലാം തരുന്നില്ലടാ. ആ പിന്നെ അടുത്ത് ഗേതിഹർ ക്യാ കർക്കെ പ്രസന്ന ഹോത്തെ ഹെ? കൃഷിക്കാരൻ എന്ത് ചെയ്യുമ്പോഴാണ് അവർക്ക് സന്തോഷം വരുന്നത്? അവര് ദിൻ രാത് ശ്രമ കർത്തെ ഹെ. രാവും പകലും അവർക്ക് ജോലി ചെയ്യുമ്പോഴാണ് അവർക്ക് ഹാപ്പി ആവുന്നത്. കൃഷിക്കാരെ എപ്പോഴും മടി പിടിച്ചിരിക്കില്ല, എപ്പോഴും എന്ത് ചെയ്തു ജോലി ചെയ്തുകൊണ്ടേയിരിക്കും. ഭാരത മാതാ കെ പ്രതി ഹമാര ക്യാ കർത്തവ്യ ഹെ? അപ്പിനെ വിചാർ ലിഖോ. ഭാരതമാതാവിനോട് നമ്മുടെ ഒരു കർത്തവ്യം എന്താണ്? നമുക്കുള്ള കർത്തവ്യം എന്താണ്? നമ്മുടെ സ്വന്തം കാര്യമായിട്ട് എഴുതുക. നമ്മള് ഭാരതമാതാവിനെ എന്ത് ചെയ്യണം? മാൻ കർത്തെ ഹെ അല്ലേ, നമ്മള് ബഹുമാനിക്കണം അല്ലേ? ആണോ? കവിതാങ്കി പങ്ക്തിയാം പൂരീകരോ. പിന്നെ കവിതയിലെ വരികളെ പൂരിപ്പിക്കാനാണ്. ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തതുകൊണ്ട് നിങ്ങള് ടെക്സ്റ്റ് ബുക്ക് കിട്ടിയതിന് ശേഷം, വാങ്ങിയതിന് ശേഷം പോയം നോക്കിയിട്ട് അതൊന്ന് ഫില്ല് ചെയ്യണം. ഇനി ഭാരത് സബ്സെ പ്യാരാ ഹെ, അർത്ഥ കെ അനുസാർ കവിത കി പങ്ക്തിയാൻ ലിഖോ. സെന്റൻസ് അതിന്റെ മീനിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്ലാസ് ചിലപ്പോ വേഗം കട്ടായി തീരും. അപ്പൊ മിസ് എന്ത് ചെയ്യും? മിസ് ഗ്രൂപ്പിലെ ആ ലെസണും അതിന്റെ വർക്കുകളൊക്കെ, അതായത് വേർഡ് മീനിങ് ഒക്കെ അയച്ചുതരും. മക്കൾ അവിടെ ഇരുന്ന് ചെയ്യണം. കേട്ടല്ലോ? ഇന്ന് കുറച്ച് നേരത്തെ ക്ലാസ് കട്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ കട്ടായി പോയെങ്കിൽ എന്ത് മിസ്സേ, ക്ലാസ്സിലെ മെസ്സേജിൽ ഒരാളും വിളിക്കുകയോ അല്ലെങ്കിൽ മെസ്സേജ് അയക്കുകയോ വേണ്ട. കട്ടായി പോയെങ്കിൽ ഓക്കെ, മിസ് ഗ്രൂപ്പില് അയച്ചിരുന്ന നോട്ട് നോക്കിയിട്ട് അവിടെ ഇരുന്ന് എഴുതുക. കേട്ടല്ലോ? ഓക്കെ, മിസ് അപ്പൊ നോട്ട് അയക്കാൻ റെഡിയാണ്. മിസ് ഇപ്പൊ തന്നെ നോട്ട് അയച്ചുതരും, ആ പോയം അയച്ചുതരും. ഓക്കെ, എല്ലാരും അവിടെ ഇരുന്ന് എഴുതണേ. ഓക്കെ, ബൈ. യെസ്. ആ മിസ് നോട്ടിലേക്ക് അല്ല എഴുതാൻ വേണ്ടി തരണ്ടേ? നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് ഇല്ലല്ലോ. ബാക്കി ഒക്കെ ഉണ്ട്. ഓക്കെ, ബൈ, സീ യു നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. എല്ലാം ചെയ്യണേ. അവിടെ ഇരുന്ന് ചെയ്തോ, മിസ് ഇപ്പൊ അയച്ചുതരാം.